പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമുക്ക് ആനുവൽ എക്സാമിൻ്റെ ഒരു സാമ്പിൾ പേപ്പർ സോൾവ് ചെയ്യാം. दिशा निर्देश निम्नलिखित निर्देशों को बहुत सावधानी से पढ़िए और उनका सख्ती से अनुपालन कीजिए. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധാപൂർവം വായിച്ചിട്ട് നിങ്ങൾ അതിന് ബഹുത് സക്തി സെ അനുപാലൻ കീജിയെ കൃത്യമായിട്ട് ആൻസർ ചെയ്യണം. इस प्रश्न पत्र में कुल 9 प्रश्न है. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ 9 ക്വസ്റ്റ്യൻസ് ഉണ്ട്. इस प्रश्न पत्र में कुल 4 खंड है. 4 സെക്ഷനായിട്ടാണുള്ളത്. ഖ ഖ ഗ और ഘ. യഥാസംഭവ സഭി ഖണ്ഡോं के उत्तर क्रमशः लिखिए. എല്ലാ സെക്ഷനിലെയും ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നിങ്ങൾ ക്രമമായിട്ട് കൃത്യമായിട്ട് എഴുതണം. സഭി പ്രശ്ന അനിവാര്യ ഹെ. എല്ലാ ക്വസ്റ്റ്യൻസും നിർബന്ധമാണ്. ഖണ്ഡ് ക अपठित बोध. निम्नलिखित गद्यांश को ध्यानपूर्वक पढ़कर उस पर आधारित दिए गए प्रश्नों के उत्तर लिखिए. അപ്പോൾ ഇവിടെ അപഠിത് ഗദ്യാംശ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസിന് നിങ്ങൾ ആൻസർ ചെയ്യണം. भारतीय दर्शन सिखाता है कि जीवन का एक आशय और लक्ष्य है. ഭാരതീയ ദർശൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യൻ ഫിലോസഫി, ഇന്ത്യൻ തത്വശാസ്ത്രം. അപ്പോൾ ഇന്ത്യൻ ഫിലോസഫി പഠിപ്പിക്കുന്നത് ജീവിതത്തിന് ഒരു ഉദ്ദേശവും ലക്ഷ്യവും ഉണ്ട് എന്നാണ്. ഉസ് ആശയ की खोज हमारा दायित्व है और अंत में उस लक्ष्य को प्राप्त कर लेना हमारा विशेष अधिकार है. ആ ഉദ്ദേശത്തെ കണ്ടെത്തുന്നത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ആ ലക്ഷ്യം കൈവരിക്കേണ്ടത് നമ്മുടെ പ്രധാന അവകാശമാണ്. इस प्रकार दर्शन जो कि आशय को उद्घाटित करने की कोशिश करता है और जहाँ तक उसे इसमें सफलता मिलती है वह इस लक्ष्य तक अग्रसर होने की प्रक्रिया है. അപ്പോൾ ഇപ്രകാരം ആ ആശയത്തെ ആരംഭിക്കാൻ പരിശ്രമിക്കുകയാണെങ്കിൽ, അതിൽ സഫലമാവുകയാണെങ്കിൽ ഈ ലക്ഷ്യത്തിലൂടെ എന്തായാലും മുന്നോട്ട് പോകും. കുൽ മിലാക്കർ ആഖിർ ഈ ലക്ഷ്യ ക്യാ ഹെ. അപ്പോൾ അവസാനം ഈ ലക്ഷ്യം എന്താണ്? ഭാരതീയ ദർശൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മെ നല്ല മനുഷ്യരായി ജീവിക്കാൻ പഠിപ്പിക്കുകയും ജീവിതത്തിൻ്റെ ആഴത്തിലുള്ള അർത്ഥം മനസ്സിലാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. അതാണ് ഇന്ത്യൻ തത്വശാസ്ത്രം. ഇന്ത്യൻ തത്വചിന്ത ജീവിതത്തിൻ്റെ അർത്ഥം, ആത്മാവ്, ബ്രഹ്മം, കർമ്മം, മോക്ഷം എന്നിവയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അന്വേഷണമാണ് ഇതിൻ്റെ കേന്ദ്ര വിഷയം. ഇസ് अर्थ में यथार्थ में दर्शन के अनुसार लक्ष्य की प्राप्ति वह है जिसमें लक्ष्य पा लेना या उसके विषय में केवल जानना नहीं है बल्कि उसी का अंश हो जाना है. അപ്പോൾ യഥാർത്ഥത്തിൽ തത്വശാസ്ത്രം അനുസരിച്ച് ലക്ഷ്യപ്രാപ്തി എന്താണ്? ലക്ഷ്യം നേടുക അല്ലെങ്കിൽ അതേക്കുറിച്ച് അറിയുക മാത്രമല്ല, ഈ സത്യത്തെക്കുറിച്ചെല്ലാം അറിയുക മാത്രമല്ല, അതിൽ ഒരു ഭാഗമാവുകയാണ് വേണ്ടത്. ആ സത്യത്തിൻ്റെ പാതയിലൂടെ മുന്നോട്ട് പോകണം. ഈസ് ഉപലബ്ധി മേ ബാധ ക്യാ ഹെ. ഈസ് ഉപലബ്ധി മേ ഇത് നേടുന്നതിൽ ബാധ എന്താണ്? അതായത് തടസ്സം എന്താണ്? ബാധായ കൈ ഹെ പർ ഇൻമേ പ്രമുഖ ഹെ അജ്ഞാൻ. അപ്പോൾ ഒരുപാട് തടസ്സങ്ങളുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും ഏതാണ്? അജ്ഞത. अशिक्षित आत्मा नहीं है, यहाँ तक कि यथार्थ संसार भी नहीं है. यह दर्शन ही है जो उसे शिक्षित करता है और अपने अज्ञान से उसे मुक्ति दिलाता है. അപ്പോൾ ഈ ദർശൻ, അതായത് ഈ തത്വങ്ങളാണ് ശിക്ഷിത് കർത്താ ഹെ, അതായത് അറിവുള്ളവരാക്കുന്നത്. और अपने अज्ञान से उसे मुक्ति दिलाता है, അജ്ഞതയിൽ നിന്ന് മുക്തരാക്കുന്നു. इस प्रकार एक दार्शनिक होना एक बौद्धिक अनुगमन करना नहीं है. ദാർശനിക് എന്ന് പറയുന്നത് ഒരു ബൗദ്ധിക് അനുഗമൻ കർണ നെയ് ഹെ. ദാർശനിക് എന്ന് പറഞ്ഞാൽ തത്വചിന്തകൻ. അത് ബുദ്ധിപരമായി നിരീക്ഷിക്കുക മാത്രമല്ല, ബൽക്കി ഏക്ക് ശക്തിപ്രദ അനുശാസൻ പർ ചലന ഹെ. ഒരു ശരിയായിട്ടുള്ള ശക്തിപ്രദമായിട്ടുള്ള ഒരു ഡിസിപ്ലിനായിട്ട് മുന്നോട്ട് പോകണം. क्योंकि सत्य की खोज में लगे हुए सही दार्शनिक को अपने जीवन को इस प्रकार आचरित करना पड़ता है ताकि उसका उस यथार्थ से एकाकार हो जाए. അപ്പോൾ ഈ ദാർശനിക് തത്വചിന്തകർ ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്. എങ്ങനെയാണ്? യാഥാർത്ഥ്യത്തിൽ അവർ ഒത്തുചേർന്ന് പോകണം.
ഏകാകാർ ഹോ ജായെ, ഒരുമിച്ച് പോകണം. ജിസേ വഹ് കോജ് രഹാ ഹെ, എന്താണോ അവർ കണ്ടെത്താൻ ശ്രമിക്കുന്നത് അതിൻ്റെ വഴിയിലൂടെ, അതിൻ്റെ പാതയിലൂടെ അവർ യഥാർത്ഥത്തിൽ അവർ ജീവിക്കണം. വാസ്തവമേ യഹി ജീവൻ കാ സഹി മാർഗ് ഹെ, വാസ്തവത്തിൽ ഇതാണ് ജീവിതത്തിൻ്റെ ശരിയായിട്ടുള്ള മാർഗം. സഭി ദാർശനികോങ്കോ ഇസ്കാ പാലൻ കർണ ഹോത്താ ഹെ, എല്ലാ തത്വചിന്തകരും ഇത് പാലിക്കണം. ദാർശനിക് ഹി നഹി ഹം മനുഷ്യോं को भी ഇസി മാർഗ് കാ അനുസരൺ കർണ ചാഹിയെ, ദാർശനിക് മാത്രമല്ല, തത്വചിന്തകർ മാത്രമല്ല, നമ്മൾ മനുഷ്യരും ഈ മാർഗം അനുസരിച്ച് മുന്നോട്ട് പോകണം. ആദ്യം തന്നെ നിങ്ങൾ പാരഗ്രാഫ് നന്നായിട്ട് വായിച്ച് അർത്ഥം മനസ്സിലാക്കണം. എന്നിട്ട് ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് അതിന് കറക്റ്റായിട്ടുള്ള ഉത്തരം കണ്ടുപിടിക്കണം. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഭാരതീയ ദർശൻ സിക്കാത്ത ഹെ കഥൻ പഠിക്കർ സഹി വികൽപ്പ് കാ ചയൻ കീജിയെ. അപ്പോൾ ഭാരതീയ ദർശൻ, ഇന്ത്യൻ ഫിലോസഫി പഠിപ്പിക്കുന്നു. കഥൻ പഠിക്കർ, അതായത് ഇവിടെ കഥൻ കൊടുത്തിട്ടുണ്ട്, ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് വായിച്ചിട്ട് താഴെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ശരിയായിട്ടുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. आ जीवन का एक लक्ष्य और उद्देश्य है, बा लक्ष्य की खोज करना हमारा कर्तव्य है, सा अपने लक्ष्य को प्राप्त कर लेना हमारा अधिकार है, सत्य की खोज में लगे रहना. അപ്പം 4 കഥനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വായിച്ചിട്ട് എന്താണ് മനസ്സിലാവുന്നത്? ഈ 4 കഥനും ശരിയാണ് അല്ലേ? ഇവിടെ ഓപ്ഷൻസ് 1, 2, 3, 4. कथन आ एवं बा सही है, कथन बा एवं सा सही है, कथन आ बा एवं सा सही है, कथन आ बा सा एवं ദാ സഹി ഹെ. അപ്പോൾ ഏതാണ് സഹി? ശരിയായിട്ടുള്ള ആൻസർ 4th. കഥൻ ആ ബാ സ എവം ദാ സഹി ഹെ. ഈ 4 കഥനം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഭാരതീയ ദർശൻ के अनुसार लक्ष्य की प्राप्ति होने का क्या अभिप्राय है? लक्ष्य की प्राप्ति होने का क्या अभिप्राय है? लक्ष्य के विषय में जानना, लक्ष्य को पा लेना, लक्ष्य का ही अंश हो जाना, इनमें से कोई नहीं. അപ്പോൾ നിങ്ങൾക്ക് വായിച്ചിട്ട് എന്തായിരുന്നു മനസ്സിലായത്? 3rd one അല്ലേ, ലക്ഷ്യ കാ ഹി അംശ് ഹോ ജാന. അടുത്ത ക്വസ്റ്റ്യൻ, ഗ കഥൻ और कारण को पढ़कर उपयुक्त विकल्प चुनिए. കഥൻ എ എന്ന് പറഞ്ഞാൽ അസേഷൻ, കാരൺ ആർ റീസണിങ്. അപ്പോൾ ഇത് വായിച്ചിട്ട്, ഇവിടെ കഥൻ ഓർ കാരൺ കൊടുത്തിട്ടുണ്ട്, ഇത് വായിച്ചിട്ട് ശരിയായിട്ടുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. दार्शनिक होना एक शक्तिप्रद अनुशासन पर चलना है, दार्शनिक अपने जीवन को यथार्थ से एकाकार करता है. ഇതാണ് കഥനും കാരണും. ഇത് കഥൻ കാരൺ ഇത് ശരിയാണോ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. कथन गलत है किंतु कारण सही है, कथन और कारण दोनों ही गलत है, कथन सही है और कारण कथन की सही व्याख्या है, कथन सही है किंतु कारण कथन की सही व्याख्या नहीं है. ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ? കഥൻ സഹി ഹെ, കാരൺ കഥൻ കി സഹി വ്യാഖ്യ ഹെ അല്ലേ. 3rd one ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഈ പറഞ്ഞത് ശരിയാണ്, അതിൻ്റെ ശരിയായിട്ടുള്ള വ്യാഖ്യയാണ് ഇത്. ദാർശനിക് അപ്നെ ജീവൻ കോ യഥാർത്ഥ സെ ഏകാകാർ കർത്താ ഹെ. അടുത്ത ക്വസ്റ്റ്യൻ, ദർശൻ കെ അനുസാർ ലക്ഷ്യ കി പ്രാപ്തി ക്യാ ഹെ? ഈ ദർശൻ തത്വം അനുസരിച്ച്, തത്വചിന്ത അനുസരിച്ച് ലക്ഷ്യപ്രാപ്തി എന്താണ്? धन कमा लेना, प्रसिद्धि प्राप्त कर लेना, लक्ष्य पा लेना या उसके विषय में केवल जानना नहीं है बल्कि उसी का अंश हो जाना है, इनमें से कोई नहीं. ഇതിലേതാണ്? 3rd one ആണ്. लक्ष्य पा लेना या उसके विषय में केवल जानना नहीं है बल्कि उसी का अंश हो जाना है. അടുത്ത ക്വസ്റ്റ്യൻ, ലക്ഷ്യപ്രാപ്തി മേ പ്രമുഖ ബാധ ക്യാ ഹെ? പ്രമുഖമായിട്ടുള്ള, പ്രധാനമായിട്ടുള്ള തടസ്സം എന്താണ്? ഈ ലക്ഷ്യപ്രാപ്തിയിൽ എന്തായിരുന്നു നമ്മൾ വായിച്ചത്? ലാലജ് അത്യാഗ്രഹമാണോ, അജ്ഞതയാണോ, സാഹസി ഹോന ധീരനാവുക, ഇൻമേസെ കോയി നഹി. ഇതിലേതാണ്? 2nd one അല്ലേ, അജ്ഞത. അതാണ് പ്രമുഖമായിട്ടുള്ള തടസ്സം. അടുത്തത് പ്രശ്ന 2, निम्नलिखित पद्यांश को ध्यानपूर्वक पढ़कर उस पर आधारित दिए गए प्रश्नों के उत्तर लिखिए. ഒരു പദ്യാംശം കൊടുത്തിട്ടുണ്ട്,
നന്നായിട്ട് വായിച്ചിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യണം. जब बचपन तुम्हारी गोद में आने से कतराने लगे, जब माँ की कोख से जागती ज़िंदगी बाहर आने से घबराने लगे, समझो कुछ गलत है. जब तलवारें फूलों पर ज़ोर आजमाने लगे, जब मासूम आँखों में खौफ नज़र आने लगे, समझो कुछ गलत है. जब किलकारियाँ सहम जाए, जब तोतली बोलियाँ खामोश हो जाए, समझो कुछ नहीं बहुत कुछ गलत है. क्योंकि ज़ोर से बारिश होनी चाहिए थी, पूरी दुनिया में हर जगह टपकने चाहिए थे आंसू, रोना चाहिए था ऊपर वाले को आसमां से फूट फूट कर, शर्म से झुक जानी चाहिए थी इंसानी सभ्यता की गर्दनों, शोक का नहीं सोच का वक्त है, मातम नहीं सवालों का वक्त है. अगर इसके बाद भी सर उठाकर खड़ा हो सकता है इंसान, समझो कि बहुत कुछ गलत है. ഇത് വായിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? കുട്ടികളോടുള്ള അത്യാചാരങ്ങൾ അതേക്കുറിച്ചാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ജബ് ബച്പൻ തുമ്മാരി ഗോദ് മേ ആനെ സേ കത്രാനെ ലഗെ. ഒരു ബച്പൻ അതായത് ബാല്യം നിങ്ങളുടെ അടുത്തേക്ക് മടിയിലേക്ക് വരുന്നതിൽ നിന്ന് കത്രാനയിലേക്ക് എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു മാറുക, പേടിച്ച് മാറുക, വിറച്ച് മാറുക. ജബ് മാക്കി കോക്ക് സെ ജാഗ്തി ജിന്ദഗി ബാഹർ ആനെ സെ ഘബറാനെ ലഗെ. മാക്കി കോക്ക് സെ അമ്മയുടെ വയറ്റിൽ നിന്ന് എത്തി നോക്കുന്ന ആ ഒരു ജീവൻ അത് പുറത്തേക്ക് വരാൻ പേടിക്കുന്നു. സംജോ കുച്ച് ഗലത്തെ, അതെന്തുകൊണ്ടാണ്? എന്തോ ഒന്ന് ഗലത്ത് സംഭവിക്കുന്നുണ്ട്, തെറ്റ് സംഭവിക്കുന്നുണ്ട്. അത് ഒരു കുട്ടി നിങ്ങളുടെ അടുത്തേക്ക് വരാൻ മടിക്കുന്നു, പേടിക്കുന്നു. അമ്മയുടെ വയറ്റിൽ നിന്ന് ആ ജിന്ദഗി, ആ ജീവൻ അത് പുറത്തേക്ക് വരാൻ പേടിക്കുന്നു. എന്തോ ഒന്ന് തെറ്റ് സംഭവിക്കുന്നുണ്ട്. ജബ് തൽവാരെ ഫൂലോ പർ സോർ ആജ്മാനെ ലഗെ, ജബ് മാസൂം ആँखों में खौफ नजर आने लगे, समझो कुछ गलत है. जब തൽവാരെ ഫൂലോ പർ ജോർ ആസ്മാനെ ലഗെ. വാള്, തൽവാർ എന്ന് പറഞ്ഞാൽ വാള് പൂക്കളിൽ സോർസെ കഠിനമായിട്ട് വീശുകയാണെങ്കിൽ, അതായത് പൂക്കൾക്ക് മേലെ വാൾ വീശുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പൂക്കൾ നശിച്ചു പോകും അല്ലേ? അതുപോലെ ജബ് മാസൂം ആഖോമേ ഖൗഫ് നസർ ആനയിലേക്ക്, ഇങ്ങനെ ഉദ്ദേശിക്കുന്നത് എന്താണ്? പൂക്കളുടെ മേലേക്ക് വാൾ വീശുക എന്ന് ഉദ്ദേശിക്കുന്നത് കുട്ടികളെ ആക്രമിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. മാസൂം ആഖോമേ, മാസൂം ചെറിയ കുഞ്ഞു കണ്ണുകളിൽ ഖൗഫ് നസർ ആനയിലേക്ക്. ഖൗഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പേടി, ഭയം അത് വരികയാണെങ്കിൽ സംജോ കുച്ച് ഗലത്ത്, എന്തോ തെറ്റ് സംഭവിക്കുന്നുണ്ട്. ജബ് കിൽക്കാരിയ സഹം ജായേ, ജബ് തോത്ലി ബോലിയ ഖാമോഷ് ഹോ ജായേ, സംജോ കുച്ച് നഹി ബഹുത് കുച്ച് ഗലത്ത്. കിൽക്കാരിയ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ആഹ്ലാദത്തിലുള്ള ആ ശബ്ദങ്ങൾ അത് ഇല്ലാതാവുക. പിന്നെ തോത്ലി ബോലിയ കുഞ്ഞു സംസാരങ്ങൾ അതെല്ലാം ഖാമോഷ് ഹോ ജായേ അതെല്ലാം ഇല്ലാതാവുക, നിശബ്ദമാവുക. കുച്ച് നഹി ബഹുത് കുച്ച് ഗലത്ത് ഹെ, എന്തോ തെറ്റ് സംഭവിക്കുന്നുണ്ട്. क्योंकि ज़ोर से बारिश होनी चाहिए थी, पूरी दुनिया में हर जगह टपकने चाहिए थे आंसू, रोना चाहिए था ऊपर वाले को आसमां से फूट फूट कर, शर्म से झुक जानी चाहिए थी इंसानी सभ्यता की गर्दनें, शोक का नहीं सोच का वक्त है, मातम नहीं सवालों का वक्त है. अगर इसके बाद भी सर उठाकर खड़ा हो सकता है इंसान, समझो कि बहुत कुछ गलत है. അതായത് ആളുകൾ ഇതിനെതിരെ പ്രതികരിക്കേണ്ടിയിരുന്നു എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആളുകൾ പ്രതികരിക്കേണ്ടിയിരുന്നു ഇതിനെതിരെ. പിന്നെ കുട്ടികൾക്കെതിരെയുള്ള അത്യാചാരങ്ങൾ, അതേപോലെ ബാലവേലകൾ ചെയ്യിക്കുന്നത് എല്ലാം ഇല്ലാതാക്കണം, ഭ്രൂണഹത്യ ഇല്ലാതാക്കണം. ഇതെല്ലാമാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ദുഃഖമാചരിക്കുകയല്ല വേണ്ടത്, ഇതിനെക്കുറിച്ച് ചിന്തിച്ച് ഇതിനെതിരെ ചോദ്യങ്ങൾ ഉയർത്തണമെന്നാണ് പറയുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസ് വായിച്ച് നോക്കാം. കഹാ माँ की कोख से जागती जिंदगी को घबराहट क्यों हो सकती है, सही विकल्प चुनिए. കഥൻ, ഇവിടെ കഥൻ കൊടുത്തിട്ടുണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വായിച്ച് നോക്കാം. മാക്കി കോക്ക് സെ ജാഗ്തി സിന്ദഗി കോ. കോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗർഭപാത്രം. അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് എത്തി നോക്കുന്ന ആ ജീവന് പേടി തോന്നുന്നത്
ഘബരാഹട്ട് ക്യോ ഹോ സക്തി ഹെ, എന്തുകൊണ്ടാണ് ഭയം തോന്നുന്നത്. കഥൻ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഉസേ ബാഹർ കി അസുരക്ഷ കാ ആഭാസ് ഹോ രഹാ ഹെ, ഉസേ പ്രദൂഷൺ കാ ഡർ സത്താ രഹാ ഹെ, ഉസേ മാँ ने बाहर की वास्तविकता बताई है, बाहर का मौसम अनुकूल नहीं है. അപ്പോൾ ഈ പ്രദൂഷൺ കാ ഡർ സത്താ രഹാ ഹെ, പ്രദൂഷൺ കാലാവസ്ഥയെ അന്തരീക്ഷത്തിൻ്റെ ആ പേടിയാണ്. പിന്നെ ഉസേ മാനെ ബഹർ കി വാസ്തവികത ബത്തായി ഹെ, പുറത്തുള്ള സത്യാവസ്ഥ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ ബഹർ കാ മൗസം അനുകൂൽ നെയ് ഹെ, പുറത്തെ കാലാവസ്ഥ ശരിയായതല്ല. ഇതിലേതാണ് ശരിയായിട്ടുള്ള ആൻസർ? ആയാണ് അല്ലേ, കഥൻ ആയാണ് ശരിയായിട്ടുള്ള ആൻസർ. കഥൻ ആ സഹി ഹെ. ഉസേ ബാഹർ കി സുരക്ഷ കാ ആഭാസ് ഹോ രഹാ ഹെ, ആ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് എത്തി നോക്കുന്ന കുഞ്ഞിന് പുറത്തുള്ള ആ സുരക്ഷയില്ലായ്മയെ കുറിച്ചുള്ള ഒരു ഭയമാണ് അല്ലേ. കഥൻ ആ സഹി ഹെ. കുച്ച് ഭി ഗലത്ത് നെയ് ഹെ യദി, കുച്ച് ഭി ഗലത്ത് നെയ് ഹെ, ഒന്നും തെറ്റല്ല അഥവാ. ഓപ്ഷൻസ് ഏതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ബച്ചപ്പൻ ഗോദ് മേ ആനെ ലगे, बच्चों पर अत्याचार होने लगे, बाल श्रम बढ़ जाए, ഭ്രൂൺ ഹത്യ ഹോനെ ലगे. കുച്ച് ഭി ഗലത്ത് നഹി ഹെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഒന്നും തെറ്റല്ല. അപ്പോൾ ബച്ചോം പർ അത്യാചാർ ഹോനെ ലगे അത് ഗലത്താണ് അല്ലേ, കുട്ടികളുടെ നേരെ അത്യാചാരം ഉണ്ടാവുക അത് ഗലത്താണ്. പിന്നെ ബാലശ്രം പഠിച്ചായ, ബാലവേല കൂടുന്നത് അതും തെറ്റാണ്. ഭ്രൂണഹത്യ ഹോനെ ലगे, ഭ്രൂണഹത്യ നടക്കുന്നത്, വയറ്റിൽ വെച്ച് തന്നെ കുഞ്ഞിനെ കൊല്ലുന്നത് അതും തെറ്റാണ്. അപ്പോൾ ആൻസർ ഏതാണ്? ബച്ചപ്പൻ ഗോതുമേ ആനെ ലगे, അതായത് കുട്ടിക്കാലം അത് മടിത്തട്ടിൽ അമ്മയോടൊപ്പമുള്ള ആ ബച്ചപ്പൻ, ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. ബച്ചപ്പൻ ഗോതുമേ ആനെ ലगे. അടുത്ത ക്വസ്റ്റ്യൻ, കവി ഇസ് കവിത കെ മാധ്യം സെ कहना चाहते हैं अभी वक्त है कि, അപ്പോൾ കവി ഈ കവിതയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നു ഇത് സമയമാണ്. അഭി വക്ത് ഹെ, ഇത് സമയമാണ്. कि കഥൻ പഠിക്കർ സഹി വികൽപ്പ് കാ ചയൻ കീജിയെ, അപ്പോൾ ഇത് സമയമാണെന്ന് കവി പറയുന്നു. നമ്മൾ കഥന് വായിച്ച് നോക്കണം, ഈ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ച് നോക്കണം, എന്നിട്ട് ശരിയായിട്ടുള്ള ആൻസർ കണ്ടുപിടിക്കണം. സ്റ്റേറ്റ്മെൻറ്റ് എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? ആ സോച്ച് വിചാർ കിയാ ജായേ, ദുഃഖ് മനായാ ജായേ, സവാൽ കിയാ ജായേ, ഖാമോഷ് രഹാ ജായേ. അപ്പോൾ ഇതിലേതാണ് ശരിയായിട്ടുള്ളത്? നമ്മൾ കവിതയിൽ എന്താണ് വായിച്ചിരുന്നത്? ഓപ്ഷൻസ് നോക്കാം. കഥൻ ആ എവം സാ സഹി ഹെ, അതായത് സോച്ച് വിചാർ കിയേ ജായേ, സവാൽ കിയാ ജായേ അത് ശരിയാണ്. പിന്നെ കഥൻ ആ എവം ദാ സഹി ഹെ, സോച്ച് വിചാർ കിയേ ജായേ, ഖാമോഷ് രഹാ ജായേ. കഥൻ ബാ എവം സാ സഹി ഹെ, ദുഃഖ് മനായാ ജായേ, ഖാമോഷ് സവാൽ കിയാ ജായേ. പിന്നെ കഥൻ ആ എവം ബാ, സോച്ച് വിചാർ കിയാ ജായേ, ദുഃഖ് മനായാ ജായേ. ഇതിലേതാണ് ശരിയായിട്ടുള്ളത്? നമ്മൾ കവിതയിൽ എന്തായിരുന്നു വായിച്ചിരുന്നത്? ദുഃഖം ആചരിച്ചിരിക്കുകയല്ല വേണ്ടത് അല്ലേ, അതേക്കുറിച്ച് ചിന്തിക്കണം, അതിനെ ചോദ്യം ചെയ്യണമെന്നാണ് വായിച്ചത്. അപ്പോൾ ഇതിലേതൊക്കെയായിരിക്കും ശരിയായിട്ടുള്ളത്? ആയും സായും. കഥൻ ആ എവം സാ സഹി ഹെ, ഇവിടെ ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. കഥൻ ആ എവം സാ സഹി ഹെ, സോച്ച് വിചാർ കിയാ ജായേ ഓർ സവാൽ കിയാ ജായേ, അതേക്കുറിച്ച് ചിന്തിക്കണം, അതേക്കുറിച്ച് അതിനെ ചോദ്യം ചെയ്യണം. അടുത്തത്, ജബ് തൽവാരെ ഫൂലോ പർ ജോർ ആസ്മാനെ ലगे, ജബ് മാസൂം ആँखों में खौफ नजर आने लगे से क्या तात्पर्य है? ജബ് തൽവാരെ ഫൂലോ പർ ജോർ ആസ്മാനെ ലगे, അതായത് പൂവിന് നേരെ വാള് വീശുകയാണെങ്കിൽ എന്താണ് അർത്ഥമാക്കുന്നത്? കുട്ടികളുടെ നേരെയുള്ള അത്യാചാരത്തെ, കുട്ടികളുടെ നേരെയുള്ള ആക്രമണങ്ങളെയാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. മാസൂം ആഖോമേ, മാസൂം ആ കുഞ്ഞുങ്ങളുടെ കണ്ണുകളിൽ ഭയം, ഖൗഫ് ഭയം കാണുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഏക്ക് ബച്ചോं पर अत्याचार होने लगे, बचपन गोद में आने लगे, साहसी होना इनमें से कोई नहीं. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ അർത്ഥമാക്കുന്നത് എന്താണ്? ബച്ചോं पर अत्याचार होने लगे അല്ലേ, ഏക്കാണ് ശരിയായിട്ടുള്ള ആൻസർ. ബച്ചോं पर अत्याचार होने लगे. ബച്ചപ്പൻ ഗോതുമേ ആനെ ലगे എന്ന് പറഞ്ഞാൽ അത് അമ്മയുടെ അടുത്താണെങ്കിൽ അങ്ങനെ കുട്ടികൾക്ക് ഭയമുണ്ടാകില്ല. പിന്നെ സാഹസി ഹോന, ധൈര്യമുള്ളവനാവുക, അതുമല്ല. ഇൻമേസെ കോയി നഹി, അതുമല്ല. ബച്ചോं पर अत्याचार होने लगे. അടുത്ത ക്വസ്റ്റ്യൻ, കവി के अनुसार बहुत गलत कब है?
വളരെയധികം തെറ്റാണ്. അത് എപ്പോഴാണ്? കവി പറയുന്നതനുസരിച്ചിട്ട് एक बच्चों पर अत्याचार होने लगे, बाल श्रम बढ़ जाए, ഭ്രൂണ ഹത്യ होने लगे, സബി ഗലത് है. ഇതെല്ലാം തെറ്റാണ് അല്ലേ? കുട്ടികളുടെ നേരെ ആക്രമണങ്ങൾ ഉണ്ടാവുക, അത്യാചാരം ഉണ്ടാവുക, ബാലവേല കൂടുക, ഭ്രൂണഹത്യ ഉണ്ടാവുക, അപ്പോൾ ഇതെല്ലാം തെറ്റാണ്. സബി ഗലത് है. അപ്പോൾ ആൻസർ ഏതാണ് ശരി? സബി ഗലത് है. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്തത് ഖണ്ഡ് ക നിർദ്ദേശാനുസാർ ഹൽ കരെ. निम्नलिखित में से किन्हीं दो शब्दों के दो दो पर्यायवाची लिखिए. ഇവിടെ കൊടുത്തിട്ടുള്ള വാക്കുകൾക്ക് രണ്ട് പര്യായവാചി, ഈ രണ്ട് പര്യായവാചി വീതം എഴുതണം. ആകാശ്, ആകാശിൻ്റെ പര്യായവാചി ശബ്ദം ഏതൊക്കെയാണ്? ആസ്മാൻ എഴുതാം, ഗഗൻ എഴുതാം. ആസ്മാൻ, ഗഗൻ. പിന്നെ പാനി, പാനിയുടേത് ഏതാണ്? ജൽ, നീർ, രണ്ടും എഴുതാം. ബാദൽ, ഘൻ, മേഘ് എഴുതാം. ഹവ, പവൻ, വായു. ആകാശിൻ്റെ പര്യായവാചി ശബ്ദം ഏതൊക്കെയാണ്? ആസ്മാൻ, ഗഗൻ, പാനി, ജൽ, നീർ, ബാദൽ, ഘൻ, മേഘ്, हवा, पवन, वायु. അടുത്തത് उपसर्ग प्रत्यय पर आधारित प्रश्नों में प्रश्नवाचक चिन्ह के स्थान पर सही उत्तर लिखिए. ഉപസർഗ് എന്താണ്, പ്രത്യയം എന്താണ് എന്നൊക്കെ നിങ്ങൾക്കറിയില്ലേ? അറിയില്ലെങ്കിൽ ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടുള്ള കള്ളിയിൽ നിങ്ങൾ ഉപസർഗ് അല്ലെങ്കിൽ പ്രത്യയം നിങ്ങൾ എഴുതണം. ഇവിടെ ശബ്ദം മാർമിക്, മാർമിക് എന്ന ശബ്ദത്തിൻ്റെ ഇവിടെ മൂല ശബ്ദം ഏതാണ്? മർമ്മ്. അതിൻ്റെ പ്രത്യയം ഏതാണ്? ഇക്ക്. പ്രത്യയം ഏതാണ്? ഇക്കാണ് പ്രത്യയം. ഇവിടെ എന്താണ് എഴുതേണ്ടത്? ഇക്ക്, മാർമിക്. ഇതാണ് പ്രത്യയം. അതേപോലെ അദൃശ്യ, അദൃശ്യൻ്റെ മൂല ശബ്ദമാണ് ദൃശ്യ. ഉപസർഗ്, ഉപസർഗ് ഏതാണ്? ആ, ആണ് ഉപസർഗ്, അദൃശ്യ. അടുത്തത് മിത്രത, അതിൽ മൂല ശബ്ദം മിത്ര, പ്രത്യയം ഏതാണ്? ത, മിത്രത. ഉപസർഗ് എന്താണ്, പ്രത്യയം എന്താണ് എന്നറിയണമെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ലിങ്ക് കൊടുക്കാം. അടുത്തത് നീച്ചെ ദിയേ ഗയേ പ്രശ്നോं को निर्देशानुसार हल करें. താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് അതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നിങ്ങൾ സോൾവ് ചെയ്യണം. ഏക് സുരേഷ് ഭാഗ്ന പഹാഡ് ഫൂൾ, ക്രിയാശബ്ദ് പൃഥക് കീജിയെ. അപ്പോൾ ഇവിടെ സുരേഷ് കൊടുത്തിട്ടുണ്ട്, ഭാഗ്ന, പഹാഡ്, ഫൂൾ. ഇതിൽ ക്രിയാശബ്ദം ഏതാണെന്നാണ് നിങ്ങൾ പറയേണ്ടത്. സുരേഷ് എന്ന് പറയുന്നത് ക്രിയയാണോ? അല്ല, അത് സംഖ്യയാണ്, നൗണാണ്. ഭാഗ്ന ഓടുക, പഹാഡ് എന്ന് പറയുന്നത് കുന്ന്, പിന്നെ ഫൂൾ പൂവ്. അപ്പോൾ ഈ സുരേഷ്, പഹാഡ്, ഫൂൾ ഇവ മൂന്നും സംഖ്യയാണ്. ഇതിലേതാണ് ക്രിയാശബ്ദ്? ഭാഗ്ന. ഭാഗ്ന ആണ് ക്രിയാശബ്ദ്. അതേപോലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, മിഠാസ് പിത ലഡ്കി അധ്യാപക്, ഭാവ് വാലെ ശബ്ദ് പഹചാനിയെ. ഇവിടെ പിത സംഖ്യയാണ്, ലഡ്കി പെൺകുട്ടി അതും സംഖ്യയാണ്, നാം വാലെ ശബ്ദമാണ്, അധ്യാപക് അധ്യാപകൻ. ഇവിടെ ഏതാണ് ഭാവ് വാലെ ശബ്ദ്? മിഠാസ്, മിഠാസ് ആണ് ഭാവ് വാലെ ശബ്ദ്. തേർഡ് ക്വസ്റ്റ്യൻ, പുഷ്പ, കുസും, പ്രസൂൺ, നേത്ര, ഭിന്ന കോ പൃഥക് കരെ. അപ്പോൾ ഈ പുഷ്പ, കുസും, പ്രസൂൺ ഇതെല്ലാം പൂവിൻ്റെ പര്യായവാചി ശബ്ദമാണ്. ഇവിടെ വ്യത്യസ്തമായിട്ടുള്ളത് ഏതാണ്? ഭിന്നകോ പൃഥക്കര. വ്യത്യസ്തമായിട്ടുള്ളത് ഏതാണ്? നേത്ര, കണ്ണ്. ഇതാണ് വ്യത്യസ്തമായിട്ടുള്ളത്. ഇത് മൂന്നും പൂക്കളുടെ പര്യായവാചി ശബ്ദമാണ്. അടുത്തത് സ്തംഭ് ഏക് മേ ദിയേ ഗയേ വിശേഷൺ शब्दों को स्तंभ दो में दिए गए उचित विशेष्य शब्दों से मिलाइए. അപ്പോൾ വിശേഷൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ വിശേഷ്യ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് യോജിപ്പിക്കണം. ഹരിബരി, അതായത് നല്ല പച്ചപ്പ് നിറഞ്ഞുള്ള, അതിൻ്റെ വിശേഷ്യ ഇതിലേതായിരിക്കും? ഇവിടെ ഫൂൾ കൊടുത്തിട്ടുണ്ട്, ഘാസ്, ഡാലിയ, മിഠാസ്. ഇതിലേതായിരിക്കും? ഹരിബരി, ഡാലിയ. ഇതാണ് ഏക്. ഹരിബരി, ഡാലിയ, നല്ല പച്ചപ്പ് നിറഞ്ഞ ചില്ലകൾ. സുന്ദർ, സെക്കൻഡ് വൺ ഏതാണ്? സുന്ദർ, ഭംഗിയുള്ള എന്തായിരിക്കും? ഫൂൾ, ഭംഗിയുള്ള പൂക്കൾ.
ഇത് സെക്കൻഡ് വൺ. അടുത്തത് സ്വാദിഷ്ട്, നല്ല രുചികരമായിട്ടുള്ള. സ്വാദിഷ്ട് എന്താണ്? മിഠായി, നല്ല രുചികരമായിട്ടുള്ള മിഠായി, സ്വീറ്റ്. ഇത് തേർഡ് വൺ. അടുത്തത് മഖ്മലി. മഖ്മലി എന്ന് പറഞ്ഞാൽ സോഫ്റ്റായിട്ടുള്ള, മഖ്മലി ഘാസ്, സോഫ്റ്റായിട്ടുള്ള പുല്ല്. വിശേഷി എന്ന് പറഞ്ഞാൽ ഒരു വസ്തു അതിനെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണോ അതിനാണ് വിശേഷണം എന്ന് പറയുന്നത്. അതായത് ഫൂൽ, ഇവിടെ ഫൂൽ വിശേഷിയാണ്. എങ്ങനെയുള്ള ഫൂലാണ്? സുന്ദർ, ഭംഗിയുള്ള പൂവാണ്. അപ്പോൾ ഈ സുന്ദറാണ് വിശേഷൻ. അതേപോലെ മിഠായി എങ്ങനെയുള്ള മിഠായിയാണ്? നല്ല സ്വാദിഷ്ടമായ മിഠായിയാണ്. അപ്പോൾ സ്വാദിഷ്ട എന്നുള്ളതാണ് വിശേഷൻ. അടുത്തത് നീച്ചെ ദിയെ ഗയെ ശബ്ദോं के दो अन्य अर्थ लिखिए. അപ്പോൾ താഴെ 4 വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള 2 അർത്ഥം വരുന്ന 2 വേർഡ് നിങ്ങൾ എഴുതണം. മൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരർത്ഥമാണ് മനസ്സ്, പിന്നെ ഒരർത്ഥം എന്താണ്? ഒരു വെയ്റ്റിൻ്റെ അർത്ഥമാണ് വരുന്നത്. അപ്പോൾ മൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ചിത്ത്, മനസ്സ്, പിന്നെ 40 കിലോഗ്രാം വജൻ, 40 കിലോഗ്രാം വജൻ, അത് രണ്ടും വരും. അതേപോലെ മംഗൾ എന്ന് പറയുന്നത് ഒന്ന് ശുഭ്, നല്ല കാര്യം നടക്കുന്നതിന് മംഗൾ എന്ന് പറയാം. പിന്നെ മംഗൾവാർ, ചൊവ്വാഴ്ച, അതിനും മംഗൾ എന്ന് പറയും. അതായത് ഫൽ എന്ന് പറഞ്ഞാൽ ഒന്ന് ഫ്രൂട്ട്, ഖാനെ ക ഫൽ, പിന്നെ ഒന്ന് പരിണാമം, അതിൻ്റെ അനന്തരഫലം. അതേപോലെ അർത്ഥം എന്ന് പറയുന്നത് ഒന്ന് അർത്ഥം അല്ലെങ്കിൽ അഭിപ്രായം, അതും വരുന്നുണ്ട്. പിന്നെ പണത്തിനും അർത്ഥം എന്ന് പറയും, ധൻ. അപ്പോൾ മഞ്ഞിൻ്റെ 2 അർത്ഥങ്ങൾ ഏതൊക്കെയാണ്? ചിത്ത്, പിന്നെ 40 കിലോഗ്രാം വജൻ, 40 കിലോഗ്രാം വജൻ. മംഗൾ 2 അർത്ഥങ്ങൾ, ഒന്ന് ശുഭ്, അതായത് ശുഭമായിട്ട്, മംഗളമായിട്ട്, പിന്നെ മംഗൾവാർ, അതായത് ട്യൂസ്ഡേ. ഫൽ, ഖാനെ കാ ഫൽ, ഫ്രൂട്ട്, പരിണാം, അനന്തരഫലം. അർത്ഥ്, അഭിപ്രായം, പിന്നെ ധൻ. ഒന്ന് അർത്ഥം, അഭിപ്രായം, പിന്നെ ധൻ എന്ന് പറഞ്ഞാൽ രൂപ. അടുത്തത് ഖണ്ഡ് ഘ പഠിത് ബോധ്. प्रश्न 4, निम्नलिखित गद्यांश को ध्यानपूर्वक पढ़कर दिए गए प्रश्नों के उत्तर लिखिए. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ഗദ്യാംശ് ശ്രദ്ധാപൂർവം വായിച്ചിട്ട് അതിന് താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യണം. ഇത് ബിർജു മഹാരാജ് സെ സാക്ഷാത്കാർ, ആ ചാപ്റ്ററിൽ നിന്നുള്ള ഗദ്യാംശാണ്. ഇപ്പോൾ ക്ലാസ് 7ൻ്റെ എല്ലാ ചാപ്റ്റേഴ്സും ഞാൻ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽഡായിട്ട് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വീഡിയോസ് പോയിട്ട് കണ്ടു നോക്കുക. गाना बजाना और नाचना ये तीनों संगीत का हिस्सा है. संगीत में लय होती है, उसका ज्ञान आवश्यक है. नृत्य में शरीर, ध्यान और तपस्या का साधना होता है. नृत्य करना एक तरह से दृश्य शक्ति को निमंत्रण देना है. कृष्ण मेरे अंदर समाओ और नाचो. नृत्य ही नहीं, हमारी हर गतिविधि में लय होती है. घसियारा घास को हाथ से पकड़कर उस पर हंसियाँ मारता है और फिर घास हटाता है. मारने और हटाने की इस लय में ज़रा भी गड़बड़ी हुई नहीं कि उसका हाथ गया. लय हर काम में, नृत्य में, जीवन में संतुलन बनाए रखती है. लय एक तरह का आवरण है जो नृत्य को सुंदरता प्रदान करती है. अगर नर्तक को सुर ताल की समझ है तो वह जान पाएगा कि यह लहरा ठीक नहीं है. इसके माध्यम से नृत्य अंगों में प्रवेश नहीं करेगा. അപ്പോൾ നമുക്കിനി ക്വസ്റ്റ്യൻസ് നോക്കാം. നിങ്ങൾക്ക് ഇതിൻ്റെ മലയാളത്തിലെ അർത്ഥം മനസ്സിലാകണമെങ്കിൽ ചാനലിൽ പോയിട്ട് വീഡിയോ കണ്ടു നോക്കുക. നിമ്ന में से क्या संगीत का हिस्सा है? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് സംഗീതത്തിൻ്റെ ഒരു ഭാഗം? ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഖേൽന, നാച്ന, ഘാസ് കാട്ട്ന, घूमना. ഇതിലേതാണ് ശരിയായിട്ടുള്ള ആൻസർ? नाचना, सेकंड वन. नाचना संगीत का एक हिस्सा है. അടുത്തത് ഗസിയാര കിസസെ ഘാസ് കാട്ടുता है. അപ്പോൾ ഗസിയാര, ആ പുല്ല് വെട്ടുന്ന ആൾ എന്തുകൊണ്ടാണ് പുല്ല് വെട്ടുന്നത്? ചാക്കൂസെ, കൂദാൽസെ, ഫൗഡേസെ, ഹസിയാസെ. ഏതുകൊണ്ടാണ്? ഹസിയാസെ, ഫോർത്ത് വൺ. അടുത്ത ക്വസ്റ്റ്യൻ, നൃത്യ കർണ ക്യാ ഹെ? मनोरंजन, समय पास, अदृश्य शक्ति को निमंत्रण, धन कमाना. ഏതാണ് ആൻസർ?
നമ്മൾ ആ ചാപ്റ്ററിൽ എന്തായിരുന്നു പഠിച്ചത്? അദൃശ്യ ശക്തിക്കോ നിമന്ത്രൺ കർണ ഹെ. അദൃശ്യ ശക്തിക്കോ നിമന്ത്രൺ കർണ. യദി ലഹര ടീക് നാ ഹോ തോ. ലഹര ടീക് നാ ഹോ തോ എന്താണ് സംഭവിക്കുക? നൃത്യ രുക്ക് ജായേഗ, നൃത്യ അംഗോ മേ പ്രവേശ് നഹി കരേഗ, നൃത്യ മേ മനോരഞ്ജൻ നഹി ഹോഗ, നൃത്യ ഉദാസി ഭരാ ഹോഗ. ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ? നൃത്യ അംഗോ മേ പ്രവേശ് നഹി കരേഗ, സെക്കൻഡ് വൺ. അടുത്ത ക്വസ്റ്റ്യൻ, കഥൻ ലय हर काम में नृत्य में जीवन में संतुलन बनाए रखती है. कारण लय एक तरह का आवरण है जो नृत्य को सुंदरता प्रदान करती है. ഫസ്റ്റ് സെഷൻ എന്താ കൊടുത്തിട്ടുള്ളത്? ലയ് ഹർ കാമമേ നൃത്യമേ ജീവൻ മേ സന്തുലൻ ബനായ രക്തി ഹെ. അതിൻ്റെ റീസണിങ് എന്താ കൊടുത്തിട്ടുള്ളത്? ലയ് ഏക് തരഹ കാ ആവരൺ ഹെ ജോ നൃത്യക്കോ സുന്ദരത പ്രദാൻ കർത്തി ഹെ. ഇതിൽ ഓപ്ഷൻസ് കഥൻ സഹി കാരൺ ഗലത്, കാരൺ സഹി കഥൻ ഗലത്, കഥൻ ഓർ കാരൺ ദോനോ സഹി, കഥൻ ഓർ കാരൺ ദോനോ ഗലത്. ഇതിലേതാണ് ശരിയായിട്ടുള്ളത്? ഇത് രണ്ടും ഈ സ്റ്റേറ്റ്മെൻറ്റിന് കാരണം കൊടുത്തിട്ടുള്ളത് ശരിയാണ് അല്ലേ? അപ്പോൾ നമുക്ക് ആൻസർ എന്ത് എഴുതാം? കഥൻ ഓർ കാരൺ ദോനോ സഹി, രണ്ടും ശരിയാണെന്ന് എഴുതാം. പ്രശ്ന 5, निम्नलिखित पद्यांश को ध्यानपूर्वक पढ़कर दिए गए प्रश्नों के उत्तर लिखिए. ഈ പദ്യാംശം ഇത് ചിടിയ എന്ന കവിതയിൽ നിന്നുള്ള വരികളാണ്. നമുക്ക് പദ്യാംശം വായിച്ച് നോക്കാം, എന്നിട്ട് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യണം. സബ് മിൽജുൽ കർ രഹത്തെ ഹെ, വേ സബ് മിൽജുൽ കർ ഖാത്തെ ഹെ, ആസ്മാൻ ഹി ഉൻകാ ഘർ ഹെ, ജहाँ चाहते जाते हैं, रहते जहाँ वहाँ वे अपनी दुनिया एक बसाते हैं, दिन भर करते काम, रात में पेड़ों पर सो जाते हैं, उनके मन में लोभ नहीं, पाप नहीं, परवाह नहीं, जग का सारा माल हड़प कर जाने की भी चाह नहीं, जो मिलता है अपने श्रम से उतना भर ले लेते हैं, बच जाता जो औरों के हित उसे जोड़वे देते हैं. ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്? പക്ഷിयों के मन में क्या नहीं होता है. ആൻസർ എന്തെഴുതാം? ലോഭ്, ലാലച്ച്, വൈർ, വിരോധ് ആദി नहीं होता है എന്നെഴുതാം. പക്ഷി ക്യാ ഖാത്തെ ഹെ? അപ്നെ ശ്രമ സെ കമാക്കർ ഖാത്തെ ഹെ. സ്വന്തം പരിശ്രമത്തിലൂടെ കിട്ടുന്നതാണ് അവ കഴിക്കുന്നത്. രാത് മേ പക്ഷി കഹാ സോത്തെ ഹെ? പേടോं पर. पक्षियों में कौन सी भावना अधिक पाई जाती है? श्रम की भावना अधिक पाई जाती है. പക്ഷി के समानार्थक शब्द लिखिए. പക്ഷിയുടെ സമാനാർത്ഥക ശബ്ദം ഏതൊക്കെയാണ്? വിഹഗ്, ഖഗ്, പഞ്ചി. സമാനാർത്ഥക ശബ്ദം എന്ന് പറഞ്ഞാൽ പര്യായവാചി ശബ്ദം. വിഹഗ്, ഖഗ്, പഞ്ചി ആദി. അടുത്തത്, निम्नलिखित गद्य एवं पद्य पाठों पर आधारित प्रश्नों में से 8 प्रश्नों के उत्तर लगभग 25-30 शब्दों में लिखिए. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യണം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? जब बच्चा बीमार पड़ने का बहाना बनाकर बिस्तर पर लेटा रहा तो उसके मन में कौन कौन से भाव आ रहे थे. आंसर എന്തെഴുതാം? जब बच्चा बीमार पड़ने का बहाना बनाकर बिस्तर पर लेटा रहा तो उसके मन में अनेक तरह के भाव आ रहे थे. वह सोच रहा था कि बड़े टाट से बिस्तर पर लेटा रहूँगा, सभी लोग अच्छी अच्छी चीज़ें खाने को देंगे, नानी जी साबूदाने की खीर बनाकर लाएगी और अपने हाथों से खिलाएगी, मुझे स्कूल का होमवर्क भी नहीं करना पड़ेगा. അടുത്ത क्वेश्चन, कहानी के अंत में बच्चे को महसूस हुआ कि उसे स्कूल जाना चाहिए था. क्या आपको लगता है कि उसका निर्णय सही था? क्यों? हाँ. अब നമുക്ക് आंसर എന്തെഴുതാം? हाँ, उसका निर्णय बिल्कुल सही था. उसे बीमार होने का बहाना न बनाकर स्कूल जाना चाहिए था, क्योंकि बीमार होने पर कड़वी दवाइयों के सिवा कुछ नहीं मिलता. उसे भ्रम था कि बीमार होने पर अच्छी अच्छी चीज़ें खाने को मिलती है, लेकिन हुआ उसका विपरीत. അടുത്ത क्वेश्चन, गिरिधर कविराय की कुंडलियाँ आपको कैसे प्रेरित करती है. गिरिधर की कुंडलियाँ अपने व्यवहार को सुधारने की प्रेरणा देती है. इन उपयोगी कुंडलियों को अच्छी तरह समझकर हम अपने जीवन को सहज और बेहतर बना सकते हैं. അടുത്ത क्वेश्चन, वर्षा के समय आपके क्षेत्र में क्या क्या परिवर्तन आते हैं. वर्षा के समय हमारे क्षेत्र में तापमान में गिरावट आ जाती है. അതായത്
ചൂട് കുറയുന്നു. गर्मी कम हो जाती है, चारों ओर हरियाली बढ़ जाती है, पेड़ घने लगते हैं, जब सुहावनी हवा चलती है तब घूमने का मन करता है, नदी और तालाबों का जलस्तर बढ़ जाता है. അടുത്ത क्वेश्चन, वर्षा ऋतु में आपको क्या क्या करना अच्छा लगता है और क्या क्या नहीं कर पाते हैं. മഴക്കാലത്ത് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാനാണ് ഇഷ്ടം, എന്തൊക്കെ ചെയ്യാൻ കഴിയില്ല. ആൻസർ എന്തെഴുതാം? वर्षा ऋतु में प्रकृति के सौंदर्य को देखना अच्छा लगता है, गर्म चाय और पकौड़े खाने का मन करता है, बारिश में भीगना और कागज़ से बनी नाव को बहते हुए पानी में जोड़ना आनंद से भर देता है, बाहर जाकर खेलना बंद हो जाता है, इधर उधर जाना बंद हो जाता है. അടുത്ത क्वेश्चन, बिरजू महाराज ने बच्चों की शिक्षा और रुचियों के बारे में अभिभावकों से क्या कहा है. बिरजू महाराज ने बच्चों की शिक्षा और रुचियों के बारे में अभिभावकों से कहा है कि आजकल के माँ बाप से मेरी विनती है कि यदि बच्चे की रुचि है तो उसे लय के साथ खेलने दें, क्योंकि इस खेल में भी बहुत कुछ सीखने को मिलता है. इससे जीवन में संतुलन और समय का सदुपयोग बच्चे सीखते हैं और जिससे उनका बौद्धिक विकास होता है. അടുത്ത क्वेश्चन, चिड़िया कविता के आधार पर लिखिए कि कवि ने मनुष्य को बंदी क्यों बताया है. मनुष्य आजीवन धन एकत्रित करने में लगा रहता है, उसकी लालसा कभी समाप्त नहीं होती, लोभ लालच के बंधन में जकड़ा रहता है, वह इन जंजीरों को तोड़ नहीं पाता, इसलिए ही कवि ने मनुष्य को बंदी बताया है. മനുഷ്യൻ ധനം സംഭരിക്കുന്നതിൽ ജീവിതകാലം മുഴുവൻ അതിൽ മുഴുകിക്കൊണ്ടേയിരിക്കും. ധനം സമ്പാദിക്കണം. ഉസ്കി ലാൽസ കഭി സമാപ്ത് നഹീ ഹോത്തി. മനുഷ്യൻ്റെ അത്യാഗ്രഹം ഒരിക്കലും അവസാനിക്കില്ല. അത് ഈ അത്യാഗ്രഹമാകുന്ന ബന്ധനത്തിൽ കുടുങ്ങിയിരിക്കുകയാണ് എന്നാണ് കവി പറഞ്ഞിരിക്കുന്നത്. मीराबाई ने श्री कृष्ण की सुंदरता का किस प्रकार वर्णन किया है. मीराबाई ने श्री कृष्ण की सुंदरता को अत्यंत आकर्षक और मनमोहक बताया है. उन्होंने कहा है कि श्री कृष्ण की सांवली सूरत आकर्षक है, उनके विशाल नेत्र बहुत मन भावन है, अधरों पर मधुर बांसुरी शोभा दे रही है और गले में वैजंती माला है. അടുത്ത क्वेश्चन, सावन के महीने में हमारे देश में कौन कौन से त्यौहार मनाए जाते हैं. ഏതൊക്കെ ഉത്സവങ്ങളാണ് ആഘോഷിക്കുന്നത്? രാഖി, ജന്മാഷ്ടമി ആദി. അടുത്തത് प्रश्न 7, निम्नलिखित 3 विषयों में से किसी एक विषय पर संकेत बिंदुओं के आधार पर लगभग 120 शब्दों में अनुच्छेद लिखिए. അപ്പോൾ 3 സബ്ജക്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിലേതെങ്കിലും ഒന്നിനെ കുറിച്ച് 120 ശബ്ദ നിങ്ങൾ എഴുതണം. അനുശാസൻ കാ മഹത്വ, അതായത് ഡിസിപ്ലിൻ്റെ ഇമ്പോർട്ടൻസ്, അതിന് എന്തൊക്കെയാണ് സങ്കേത ബിന്ദു കൊടുത്തത്? അനുശാസൻ കാ അർത്ഥ, അനുശാസൻ കാ മഹത്വ, വിദ്യാർത്ഥി ജീവൻ മേ അനിവാര്യത, സഫലത കാ മൂൽ മന്ത്ര. ഇത് നിങ്ങൾ എഴുതണം. അല്ലെങ്കിൽ വിദ്യാർത്ഥി और मोबाइल, संकेत बिंदु वर्तमान में मोबाइल का प्रयोग, विद्यार्थी जीवन में मोबाइल के लाभ, मोबाइल के दुष्परिणाम. അടുത്തത് वृक्षों का महत्व, वृक्षों से लाभ, वृक्ष काटने के दुष्परिणाम, वृक्षारोपण की आवश्यकता. എന്തൊക്കെയാണ് ഇത്? വിദ്യാർത്ഥി और മൊബൈൽ का ലാഭ്, മൊബൈലിൻ്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണ്, മൊബൈൽ ഉപയോഗിച്ചാലുള്ള സൈഡ് ഇഫക്ട്സ് എന്തൊക്കെയാണ്, അത് എഴുതണം. പിന്നെ വൃക്ഷോं का महत्व, മരങ്ങൾ മുറിച്ച് കളഞ്ഞാലുള്ള അതിൻ്റെ ദുഷ്പരിണാമം എന്തൊക്കെയാണ്, സൈഡ് ഇഫക്റ്റ് എന്തൊക്കെയാണ്, അതിൻ്റെ വൃക്ഷങ്ങളെ കൊണ്ടുള്ള ലാഭങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ ആണ് എഴുതേണ്ടത്. അടുത്തത് प्रश्न 8, अपने विद्यालय के प्राचार्य को बड़े भाई की शादी में शामिल होने के कारण 3 दिवस के अवकाश के लिए प्रार्थना पत्र लिखिए. സ്കൂളിലെ പ്രിൻസിപ്പലിന് തൻ്റെ സഹോദരൻ്റെ കല്യാണത്തിൽ ഷാദിമേ ഷാമിൽ ഹോനേക്ക് കല്യാണത്തിൽ കൂടിയത് കാരണം 3 ദിവസത്തെ ലീവ് അനുവദിക്കാനായിട്ട് ഒരു ലീവ് ലെറ്റർ എഴുതണം. അല്ലെങ്കിൽ अपने छोटे भाई बहन को पढ़ाई के महत्व के बारे में सलाह देते हुए पत्र लिखिए. തൻ്റെ ചെറിയ അനിയനെ അല്ലെങ്കിൽ
ബഹൻ കോ, അനിയത്തിക്ക് പഠായി കെ മഹത്വ കെ ബാരെ में, വിദ്യാഭ്യാസത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച്, പഠിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചുള്ള അത് ഉപദേശിച്ചു കൊണ്ടുള്ളൊരു ലെറ്റർ എഴുതണം. प्रश्न 9, पिता व पुत्र और पुत्री के बीच समय का महत्व विषय एवं निम्नलिखित संगीत बिंदुओं को ध्यान में रखते हुए संवाद लिखिए. ഒരു സംവാദ കോൺവെർസേഷൻ എഴുതണം. സമയക്ക മഹത്വ അതിൻ്റെ മേലെയാണ് കോൺവെർസേഷൻ എഴുതേണ്ടത്. പിതാവും പുത്രിയും തമ്മിലുള്ള സംഭാഷണം. संकेत बिंदु समय अनमोल है, बीता समय लौटता नहीं, समय पर कार्य करने से लाभ. പിന്നെ आपके विद्यालय में बाल मेला लगने वाला है, इसकी सूचना विद्यार्थियों को देते हुए सूचना पट्ट पर सूचना लिखिए. सूचना पट्ट അതായത് നിങ്ങൾ നോട്ടീസ് ബോർഡ് തയ്യാറാക്കണം.